മലയാളിയിലേക്ക് സ്വാഗതം. അടിക്കടി മാറുന്ന നയങ്ങൾ പ്രവാസികളെ വല്ലാതെ കുരുക്കിലാക്കിയിരിക്കുന്നു. ഇത്തരത്തിൽ ദിനംപ്രതി മാറുന്ന നയങ്ങൾ മൂലം നിരവധി പ്രവാസികൾക്കാണ് യാത്ര റദ്ദാക്കേണ്ടി വന്നത്. ഇപ്പോഴിതാ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ദുബായ് വിമാനത്താവളത്തിലെത്തുന്ന എല്ലാവരും ICA അനുമതി തേടിയിരിക്കണമെന്ന് ദുബായ് വിമാനത്താവളം അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നു. മറ്റ് എമിറേറ്റുകളിലുള്ളവർ ദുബായ് വിമാനത്താവളം വഴിയാണ് എത്തുന്നതെങ്കിൽ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റിയുടെ അനുമതിയാണ് തേടേണ്ടത്. ദുബായ് വിസക്കാർ GDRFയുടെ അനുമതി തേടണമെന്നും അധികൃതർ വ്യക്തമാക്കി. അനുമതിയില്ലാതെ യാത്രക്കാർ എത്തുന്നത് വിമാനത്താവളത്തിലെ നടപടിക്രമങ്ങളെ ബാധിക്കുന്ന സാഹചര്യത്തിലാണ് നിർദ്ദേശം. റെസിഡന്റ് വിസക്കാരുടെ മടങ്ങിവരവ് ആരംഭിച്ചപ്പോൾ തന്നെ ഈ നിബന്ധനയുണ്ടായിരുന്നു. എന്നാൽ ദുബായ് വിമാനത്താവളത്തിൽ ഇറങ്ങുന്നവർ ചില ഇളവുകൾ ലഭിച്ചിരുന്നു. ICA അനുമതിയില്ലാതെ ദുബായ് എമിറേറ്റിന് പുറത്തുള്ള റെസിഡന്റ് വിസക്കാർ എത്തുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കി. ഇവർക്ക് എമിഗ്രേഷൻ ക്ലിയറൻസ് ലഭിച്ച് പുറത്തിറങ്ങാൻ കാലതാമസം നേരിടുന്ന സാഹചര്യത്തിലാണ് അധികൃതർ ഇക്കാര്യം കർശനമാക്കാൻ തീരുമാനിച്ചത്. ICAയുടെയും GDRFയുടെയും വെബ്സൈറ്റുകൾ വഴി അനുമതി തേടാം. ദുബായിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്നവർ ഉടൻ തിരിച്ചെത്താൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഇവിടെ നിന്ന് GDRFA അനുമതിക്കായി അപേക്ഷിക്കാൻ അവസരമുണ്ട്. അടുത്ത ദിവസം തന്നെ തിരിച്ചെത്താനുള്ളവർ ഇവിടെ നിന്ന് അപേക്ഷിച്ചിട്ട് നാട്ടിലേക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാൽ 30 ദിവസത്തിന് ശേഷമാണ് തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നാട്ടിലെത്തിയ ശേഷം മാത്രം രജിസ്റ്റർ ചെയ്താൽ മതി. അതേസമയം വിമാനത്താവളത്തിലെ 1ഉം 2ഉം ടെർമിനലുകളിലായി ഏകദേശം 280ഓളം പേർ കുടുങ്ങിയിരിക്കുന്ന ദുബായ് കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർ പറയുന്നു. ഇവരിൽ അധിക പേരും ഇന്ത്യക്കാരാണെന്നും ഇത്രത്തോളം പേർ 3ആം ടെർമിനലിലും കുടുങ്ങിയെന്നാണ് വിവരമെന്നും അദ്ദേഹം പറയുന്നു. മറ്റ് എമിറേറ്റുകളിലെ വിസകളുമായി ദുബായിൽ എത്തിയവരാണെന്നും ഇവരെ ഉടൻ തന്നെ വിട്ടയക്കുമെന്ന വിവരമാണ് തങ്ങൾക്ക് ലഭിച്ചതെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അതേസമയം യാത്ര നിബന്ധനകളില്ലാതെ ഈ പുതിയ മാറ്റം എല്ലാവരും ശ്രദ്ധിക്കണമെന്നാവശ്യപ്പെട്ട് കോൺസുലേറ്റ് ട്വീറ്റ് ചെയ്തു. ചില യാത്രക്കാരുടെ ആഗമന നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ കാലതാമസമുണ്ടായെന്ന് ദുബായ് വിമാനത്താവളം അധികൃതരും അറിയിച്ചിരിക്കുന്നു. UAE അധികൃതരുടെ നിർദ്ദേശപ്രകാരം ഏർപ്പെടുത്തിയ പുതിയ യാത്രാ മാർഗനിർദ്ദേശങ്ങൾ കാരണമാണ് ഇത്തരമൊരു പ്രതിസന്ധി ഉണ്ടായതെന്നും അധികൃതരുമായി ചേർന്ന് വേഗത്തിൽ പരിഹാരം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെന്നും ഇദ്ദേഹം അറിയിച്ചിരിക്കുന്നു.